ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പി ആട്ടോ. വേറൊന്നുമല്ല, ഞങ്ങളുടെ SP അവിൽ മിൽക്ക് നിങ്ങളൊക്കെ കൂൾബാറിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും ഉണ്ടാക്കാം. ഞാനിന്ന് വീട്ടിൽ തയ്യാറാക്കിയത് നല്ലൊരു അടിപൊളി SP അവിൽ മിൽക്കാട്ടോ. അപ്പോൾ ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് ഒരു 8 കുഞ്ഞിപ്പഴം ആട്ടോ. നമ്മൾ ആൾക്കനുസരിച്ചിട്ട് എടുത്തിട്ട് 4 ആൾക്കുള്ള കുഞ്ഞിപ്പായ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾ വെച്ചാൽ അതിനനുസരിച്ച് കുഞ്ഞിപ്പായ എടുക്കുക കേട്ടോ. കൂടിയ കുഴപ്പമില്ല, കുറയാതെ നിന്നാൽ മതി. കുഞ്ഞിപ്പായ എത്രത്തോളം കൂടുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുഞ്ഞിപ്പായ എന്ത് ചെയ്ത് കുറച്ച് ചെറിയ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് കുഞ്ഞിപ്പായം ഇട്ട് ഉടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ട് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. എനിക്ക് ഇങ്ങനെയാണ് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് അരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അരച്ചെടുത്തോളി, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്ത മാതിരി ഉടച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കുറച്ച് ഇട്ടിട്ട് വേണം ഉടച്ചെടുക്കണമെങ്കിൽ. എല്ലാം ഞാൻ ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മിക്സിയിൽ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പം മിക്സിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അധികം അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ആയിരിക്കും ടേസ്റ്റ് അധികം ഉണ്ടായിരിക്കുക. കാരണം ഇങ്ങനെ ഉടച്ചെടുത്ത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് ഞാനിങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഇട്ട് വേണം കേട്ടോ ഉടച്ചെടുക്കുകയാണെങ്കിൽ. ഒന്നായിട്ട് ഉടച്ച് എടുക്കാൻ കഴിയില്ല, അതാണ് കേട്ടോ. ഞാൻ എടുത്ത ക്ലാസ് ചെറുതായിപ്പോയി. കുറച്ച് വലിയ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആലോചിക്കുന്നത്. പിന്നെ ആ ക്ലാസ്സിൽ തന്നെ ഒന്നായിട്ട് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നല്ല കുത്തി അടിച്ചെടുക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്ന, വേറെ ക്ലാസ്സിലേക്ക് മാറ്റിക്കൂടെയെന്ന്. മാറ്റിയാൽ മതി. പക്ഷെ ഞാൻ അതിലിട്ട് തന്നെ ഉടച്ചെടുത്ത് കേട്ടോ. ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് ഞങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. നന്നാക്കി കുത്തി അടിച്ച് വെക്കണേ. എല്ലാം കുറച്ച് ഉടഞ്ഞ തരത്തിലായിരിക്കണം, അല്ല ഞാൻ വലിയ കഷ്ണം കുടുങ്ങിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ പ്രയാസമായിരിക്കും. നന്നായി ഉടച്ചെടുത്തിട്ട് വേണം മാറ്റി വെക്കണമെങ്കിൽ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഞാൻ പൊരിയവിലാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അവിലിനോടാണ് ഇഷ്ടം തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ അത് ഉപയോഗിക്കുക കേട്ടോ. ഞാൻ പൊരിയവിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പൊരിയവിലാണ് പ്രത്യേകം ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ. അതൊന്ന് കടിക്കുമ്പോൾ ഒരു കറുമുറു എന്ന് പറയല്ലോ, അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിതിലേക്ക് എടുത്ത് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 1-2 ബൂസ്റ്റ് പൊടി, പിന്നെ നെൽക്കടല വറുത്തതാട്ടോ, പിന്നെ 2 പാക്കറ്റ് പാല്, 2 പാക്കറ്റ് ബൂസ്റ്റ് പൊടി. 2 പാക്കറ്റ് ബൂസ്റ്റ് പൊടി നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്നാക്കാം. ഞാൻ 2 ബൂസ്റ്റ് പൊടി ആക്കിയത് കാരണം എൻ്റെ അനുമോനിക്ക് ബൂസ്റ്റ് പൊടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 ബൂസ്റ്റ് പൊടി, ഓനക്ക് ഇനിയും വേണം എന്ന് പറയും. അതിൽ ഇട്ട് കഴിഞ്ഞാൽ അവനക്ക് അതിനോട് ഇഷ്ടമായിട്ടാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ 2 ബൂസ്റ്റ് പൊടി എടുത്ത് നിങ്ങൾക്ക് കുറച്ച് യൂസ് ചെയ്യുള്ളൂ. അത് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ 4 പേർക്കുള്ള 4 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം അവിലാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ആദ്യം അവിലാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ഇത് ഓരോ ഘട്ടമായിട്ടാണ്. ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോരുത്തർ ചെയ്യുക. നിങ്ങൾക്ക് ചിലർ ആദ്യം മൈസൂർ പായം ആഡ് ചെയ്യണതാണ് കേട്ടോ ഉടച്ച് വെച്ചത്. അല്ലെങ്കിൽ ചിലർ ഇതേമാതിരി ഞാൻ ചെയ്യണ മാതിരി അവിലായിരിക്കും. അപ്പം ഞാൻ ആദ്യം അവിലാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞങ്ങൾ ഉടച്ച് വെച്ചിട്ടുള്ള ആ കുഞ്ഞിപ്പായോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഞ്ഞിപ്പായോ എത്ര ഇഷ്ടം കൂടി കഴിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, അധികം ചെയ്യണ്ട കേട്ടോ.
അപ്പോൾ ആവശ്യത്തിനുള്ള കുഞ്ഞിപ്പഴം അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചെയ്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ തന്നെ മധുരം ഉണ്ടാവും. കാരണം ഇതിൽ ബൂസ്റ്റ് പൊടി ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ബൂസ്റ്റ് പൊടി പിന്നെ എന്താ പറയുക, കുഞ്ഞിപ്പായത്തിൽ തന്നെ മധുരം ഉണ്ടല്ലോ. അപ്പോൾ അരപ്പവനല്ല 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. സോറി, അരപ്പവന് സ്വർണ്ണത്തിൻ്റെ ചിന്ത. ഇനി ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കടല ആയിക്കിട്ടു. കുറച്ച് കടല അധികം ആയാലും കുഴപ്പമില്ല കേട്ടോ, അത് കടിക്കുമ്പോൾ ടേസ്റ്റ് തന്നെയാണ്. ഇനി അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഓരോ ഘട്ടമായിട്ടാട്ടോ അവിൽ മിൽക്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇനി അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കട്ടപ്പാലാട്ടോ എടുത്തത്. കട്ടപ്പാൽ ഒടിച്ചാണ്ട് ലൂസാക്കിയതാണ്. നിങ്ങൾക്ക് ഓവർ തണുപ്പ് ഇഷ്ടമില്ലാത്തവർ സാധാ തണുപ്പുള്ളത് ഒഴിച്ചാൽ മതി. എനിക്ക് തണുപ്പ് ഇഷ്ടമാണ്. ഞങ്ങൾക്കൊക്കെ തണുപ്പ് ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ കട്ടപ്പാൽ അടിച്ചിട്ടാട്ടോ പറഞ്ഞപ്പോൾ അധികം ടേസ്റ്റ് കൂടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് സ്ട്രോബെറി ഐസ്ക്രീമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം സ്ട്രോബെറി ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് സ്ട്രോബെറി യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വാനില ആണെങ്കിൽ വാനില ഉപയോഗിക്കുക, അല്ലെങ്കിൽ മാംഗോ ആണെങ്കിൽ മാംഗോ ചേർക്കുക, സ്ട്രോബെറി ആണെങ്കിൽ സ്ട്രോബെറി ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ചേർത്തിട്ടുള്ള സ്ട്രോബെറി ഐസ്ക്രീമാട്ടോ. അപ്പോൾ ഞങ്ങളുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അയൽമിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ അനുമോനക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അവനക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഫർഹ ടേസ്റ്റ് ചെയ്തപ്പോൾ ഫർഹയ്ക്കും ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.